ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് അർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണങ്ങൾ അവിടുന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഭക്തജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പന് വിശ്വാസമുള്ളവരും എല്ലാവർക്കും തന്നെ അത് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, 1998 വിജയമല്യ കൊടുത്ത സ്വർണ്ണ പാളികൾ അദ്ദേഹമാണ് അന്ന് ശ്രീകോവിലിൻ്റെ മുകളിലും ശ്രീകോവിലിന് ചുറ്റും എല്ലായിടവും സ്വർണം പൊളിത്തിഞ്ഞത്. ഈ സ്വർണം പൊതിയുക എന്നുള്ളതും സ്വർണം പൂശുക എന്നുള്ളതും രണ്ട് പ്രോസസ്സാണ്. സ്വർണം പൊതിയുക എന്നുള്ളത് അത് ചെറിയ പാളികളാക്കി സ്വർണം ചെറിയ പാളികളാക്കി അതിൽ പതിക്കുക എന്നുള്ളതാണ്. സ്വർണം പൂശുക എന്നുള്ളത് അതൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് മെത്തേഡിൽ കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സ്വർണം അന്ന് പൊതിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. അവിടെ റെക്കോർഡിലും അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം 2019 അത് വീണ്ടും കേടായി എന്നുള്ള ഇതിൽ കൊണ്ടുപോയി മദ്രാസിൽ കൊണ്ടുപോകും. മദ്രാസിലേക്ക് ഇവിടുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ സാധനം 40 ദിവസത്തിന് ശേഷമാണ് അവിടെ കമ്പനിയിൽ ചെല്ലുന്നത്. അദ്ദേഹം 40 ദിവസം അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഇത് വെച്ചുകൊണ്ടിരുന്നു. അതും വളരെ ദുരൂഹമായ കാര്യമാണ്. കമ്പനി ചെല്ലുമ്പോൾ അവർ പറയുന്നത് അത് ചെമ്പായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വൈരുദ്ധ്യം. അതുപോലെ അവർ പറയുന്നതും ഇത് ക്ലീൻ ചെയ്യുമ്പോൾ 5 കിലോയോളം കുറവ് വരുന്നു എന്ന് അവർ പറഞ്ഞു. പക്ഷേ അതും ഒട്ടും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.